ഗൈസ് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മൈസൂർ പാക്ക് കഴിക്കാൻ തോന്നി ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കാം ഗൈസ്. ഇതെൻ്റെ മാത്രം തട്ടിക്കൂട്ട് ഐഡിയ ആണ് ഗൈസ്. ഒന്നുണ്ടാക്കി നോക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു ശേഷം നമ്മൾ കടലമാവുണ്ടല്ലോ, കടലമാവ് ഞാനൊരു 5-6 സ്പൂണേ എടുത്തുള്ളൂ. ഒരു 5-7 സ്പൂൺ. ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അത്ര ഞാൻ എടുത്തിട്ടുള്ളൂ. അഥവാ കുളമാവണമെങ്കിൽ വെറുതെ ഈ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. നല്ലപോലെ പച്ച മണം മാറണത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഗൈസ്. കടലമാവിന് ആ പച്ച കുത്ത്, ആ മണം ഒന്ന് മാറണം, അതുവരെ വറുക്കാം. അപ്പം ഗൈസ് ഇത് മൂത്ത് വരണം, ഒരു പച്ച മണം മാറണത് വരെ ഇത് വറുത്തെടുക്കണം ഗൈസ്. ഇങ്ങനെ വറുത്തെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ മാവെല്ലാം കൂടെ ഒരു പാത്രത്തിൽ തട്ടി വെച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. അതിന് ഈ മാവ് വറുത്തെടുത്ത ആ പാത്രം തന്നെ എടുത്തിന്. ഈ കഴുകാനൊന്നും വയ്യ ഗൈസ്, ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ആ പാത്രം തന്നെ എടുക്കണം. നിങ്ങളിത് ഇതാക്കണം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുള്ളൂ. 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടായിരുന്നേ. അത്യാവശ്യം നീ കണ്ടല്ലോ, കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചായിരുന്നു. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ പഞ്ചസാര ലായനി ഉണ്ടാക്കുമ്പോൾ ഒറ്റ നൂൽ പരുവം വരെയാണെന്ന് തോന്നുന്നു ഗൈസ്. കുറച്ച് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. അല്ല, പഞ്ചസാര ലായനിയാക്കാം. അങ്ങനെ എന്താവുമെന്തോ. മധുരം കുറവെന്ന് തോന്നി കുറച്ച് 2-3 സ്പൂൺ മധുരവും കൂടെ ഇട്ടായിരുന്നു, ഷുഗറും കൂടെ ഇട്ടായിരുന്നു. നമുക്ക് മിക്സ് ചെയ്യാം ഗൈസ്. നമുക്കിനി നെയ്യ് ഉരുക്കിയെടുക്കണം. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ആശീർവാദിൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യിൻ്റെ ഡപ്പ തുറക്കാൻ പറ്റാനുള്ള ഗൈസ് സീൽ ചെയ്ത് വെച്ചിരിക്കണം. ഇനി എന്തൊക്കെ കുത്തിയിട്ടും തുറക്കണില്ല. തുറന്ന് സക്സസ്. ഒഴിച്ചപ്പോൾ ഞാൻ അളവൊന്നും നോക്കിയില്ല. ഇതൊക്കെ എൻ്റെ ഓരോരോ അളവുകളാണ്. ഇനി കറക്റ്റ് അളവൊന്നുമില്ല ഗൈസ്, എൻ്റെ ഓരോരോ അളവ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ അങ്ങനെ പറയാം. ഒരു 4-5-6 ടേബിൾ ടീസ്പൂണ് ഇത് എന്തോന്ന് നെയ്യ് എടുത്തായിരുന്നേ. നെയ്യ് നമുക്ക് കണ്ടോ ഗൈസ്, മൾട്ടി ടാലൻറ്റഡ് ആണ്. ഒരു കയ്യിൽ അത് ചെയ്യുന്നു, ഒരു കയ്യിൽ ഇത് ചെയ്യുന്നു. ഇനി ഈ വറുത്ത് വെച്ചേക്കുന്ന മാവ് നെയ്യിൻ്റെ അകത്തോട്ട് എടുത്ത് മിക്സ് ചെയ്യാം. നമ്മൾ ഉരുക്കി വെച്ച നെയ്യിൻ്റെ അകത്തോട്ട്, ആ ബൗളുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന മാവ് എടുത്ത് ഇട്ട് മിക്സ് ചെയ്യാം ഗൈസ്. മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ എടുത്ത് തട്ടാം ഗൈസ്. എല്ലാ മാവും കൂടെ എടുത്ത് തട്ടാൻ പോവുകയാണേ. എന്താവുമെന്തോ, അലമ്പാവുമെന്തോ ദൈവത്തിനറിയാം. എന്തായാലും ഞാൻ തന്നെ കഴിക്കേണ്ടത്. ഞാൻ തന്നെ കഴിക്കും, കുഴപ്പമില്ല. എല്ലാം കൂടെ നമുക്ക് തട്ടി കുഴച്ച ഒരു അവിയൽ വരും. എന്തായാലും എല്ലാം കൂടെ നമ്മൾ തട്ടിയായിരുന്നു ഗൈസ്. മാവ് എല്ലാം കൂടെ തട്ടി അത് കുഴച്ചെടുത്തപ്പം തട്ടി മിക്സ് ചെയ്തപ്പം നെയ്യ് കുറവാണോ എന്നൊരു സംശയം. സാരമില്ല, ഇതൊക്കെ ഒരു തട്ടിക്കൂട്ടല്ലേ, ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഈ മിക്സ് ചെയ്ത് ഈ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതൊന്നും പറയാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഈ പഞ്ചസാര മൾട്ടി പർപ്പസാണ് ഗൈസ്, മൾട്ടി ടാലൻറ്റഡ് ആണ്. എന്ത് ചെയ്യാനാണ്, 4 കാര്യം ഒരുമിച്ച് 2 കാര്യം ഒരു ഓവറാക്കി ചളവാക്കണ്ട. 2 കാര്യം ഒരുമിച്ച് ചെയ്യുന്നു. പഞ്ചസാര ലായനി അത് ഒറ്റനൂൽ പരുവമായാൽ നോക്കിയാൽ ഇതാണ് നിങ്ങളത് കണ്ടത്. കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. ഇനി ആ മാവ് നെയ്യിൽ കലക്കി വെച്ചേക്കണ ആ മാവിനെ നമ്മൾ ഈ പഞ്ചസാര ലായനിയിലോട്ട് തട്ടി എടുത്ത് കമത്തുക ഗൈസ്. കമത്തിയിട്ട് അങ്ങോട്ട് കിണ്ടി എടുത്തു. കടുവറ മാവിട്ടതും കട്ട പിടിച്ച് ഗൈസ്. ഇതെന്താവുമോ എന്തോ ദൈവമേ. നമുക്ക് പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം, അല്ല ഗ്യാസ് ഓഫ് ചെയ്യാം. നേരത്തെ മാവ് തട്ടി വെച്ച ആ പാത്രത്തിൽ തന്നെ ഞാൻ ഇതങ്ങ് ഇട്ട് ഗൈസ്. എനിക്ക് പാത്രം ഒന്നും കഴുകാൻ വയ്യ. ഇത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. എന്തോ ഞാൻ ചെയ്യണമെന്ന് പരത്തി കൊടുക്കാം. എന്താവോ ആവോ. ഞാനിത് തിരിച്ചിട്ടിട്ട് ഞാൻ കത്തി കൊണ്ട് കട്ട് ചെയ്ത് ഗൈസ്. ഞാൻ അത് എടുക്കാൻ മറന്നുപോയി. ഫുള്ള് പൊടിഞ്ഞിരിക്കുന്ന ഗൈസ്, പ്ലേറ്റിൽ മാറ്റാം. എൻ്റെ മൈസൂർ പാക്ക് റെഡി. അങ്ങനെ മൈസൂർ പാക്ക് റെഡിയായി ഗൈസ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. കൊള്ളാമെന്ന് തോന്നുന്നു ഗൈസ്. ടേസ്റ്റ് ചെയ്ത് നോക്കണം.
കൊള്ളാമല്ലേ ഗൈസ്? ഷേപ്പൊക്കെ ഒരുവിധം തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ തട്ടിക്കൂട്ട് പരിപാടിയാണ്. കഴിച്ച് നോക്കാം. കൊള്ളാം ഗൈസ്, കഴിച്ചപ്പം കൊള്ളാം. നമ്മൾ മൈസൂർ പാക്കിൻ്റെ അതേ ടേസ്റ്റ് വന്നു. പക്ഷേ സോഫ്റ്റ് ആവണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ നെയ്യ് കുറച്ചുകൂടെ ഒഴിച്ചിരുന്നാൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ടിരിക്കുമെന്ന് തോന്നുന്നു. കൊള്ളാം ഗൈസ്, ഓക്കെയാണ്. ശരി, ബായ്.